ഞാൻ വീക്കിലി 3 ദിവസമേ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ. ഈ 3 ദിവസം വർക്കൗട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഈ ഫിസിക്ക് ബിൽഡ് ചെയ്തത്. ഹലോ, അസ്സലാമു അലൈക്കും. എടാ, പിന്നെ ഞാൻ നാളെ മുതൽ 3 ദിവസം വർക്കൗട്ട് ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ബോഡി ബിൽഡർ ആവണമെന്നൊന്നുമില്ലല്ലോ, ഫിറ്റ്നസ് ഫ്രീക്കല്ല ആവേണ്ടത്. അപ്പോൾ 3 ദിവസം മതി എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ പുതിയ സയൻസ് കണ്ടുപിടിച്ച സംഭവം അത്രേ. സത്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്. അപ്പോൾ നാളെ മുതൽ ഇനി 3 ദിവസം വന്നാൽ മതി. ഈയിടെയായിട്ട് ഇൻസ്റ്റ തുറക്കാൻ പേടിയാണ്. പ്രത്യേകിച്ച് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേജ് തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയലാണ്. പല ഡിഫറൻസുകൾ പറഞ്ഞു, ഒരു കാര്യമില്ലാതെ, ഒരു കോൺട്രവേഴ്സി ഇല്ലാതെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു എത്ര ദിവസം വർക്കൗട്ട് ചെയ്യണം ആഴ്ചയിൽ എന്നുള്ളത്. ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു വോളിയം ആൻഡ് ഇൻറ്റൻസിറ്റി. നിങ്ങൾ എത്രത്തോളം അധികം വർക്കൗട്ട് ചെയ്യിക്കുന്നുണ്ടോ അത്രത്തോളം റെസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. WHO അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ്റെ ഒക്കെ വളരെ ക്ലിയർ ഗൈഡ് ലൈൻസ് ആണ്. 3 to 5 days എങ്കിലും ഒരു മൈക്രോ സൈക്കിളിൽ ഒരു വീക്കിൽ നിങ്ങൾ കാർഡിയോ കൊടുത്തിരിക്കണം. 2 to 3 days എങ്കിലും മേജർ മസിൽ ഗ്രൂപ്പ്സിനെ എല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും നിങ്ങൾ കൊടുത്തിരിക്കണം. അത് മിനിമമാണ്. എക്സസൈസിൻ്റെ റിസൾട്ട് ഡോസ് റിലേറ്റഡ് ആണ്. നിങ്ങൾക്കത് കൂട്ടാം, കുറയ്ക്കാം. ഇവിടെ ഒരാൾ പറയുന്നു 2 to 3 days ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ വേറെ ഒരാൾ അതിനെ കളിയാക്കിക്കൊണ്ട് 6 ദിവസം ചെയ്യുന്നത്, ആദ്യം പറയുന്ന ആൾ പറയുന്നുണ്ട് 6 ദിവസം ചെയ്താൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ബേസിക് കൺസെപ്റ്റ്, എല്ലാ മേജർ മസിൽ ഗ്രൂപ്പിനും ഒരു മൈക്രോ സൈക്കിളിൽ നിങ്ങൾ വർക്കൗട്ട് കൊടുത്തിരിക്കണം. ഒന്നിന് കൊടുക്കാതിരുന്നാൽ അത് മസിൽ ഇംബാലൻസ് ഉണ്ടാകും. ഒരു പ്രൈം മൂവർ മസിലിന് വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മിനിമം റിക്കവറി 48 to 72 hours കൊടുക്കണം. അത് നിങ്ങൾ എത്രത്തോളം ഹാർഡായി സ്ട്രെസ് ചെയ്യുന്നു, മെക്കാനിക്കൽ ടെൻഷൻ നിന്ന് മൈക്രോ ട്രോമയിലേക്കുള്ള ആ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ആ റിക്കവറി ടൈം കൂടും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. ആവശ്യമില്ലാതെ നമ്മൾ ഈ അടി കൂടുന്നതുകൊണ്ട് നാച്ചുറലി എൻഹാൻസ്ഡ് ഫിറ്റ്നസ് ഫ്രീക്ക് ബോഡി ബിൽഡേഴ്സ്, സർട്ടിഫൈഡ് എക്സ്പീരിയൻസ്ഡ്, ഇവർക്കൊക്കെ അവരുടേതായ ജീവിത ശൈലികളുണ്ട്, ജീവിത രീതികളുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വരാൻ പോകുന്ന ക്ലയൻസും അതാവരുതാണ്. അപ്പം ഗോളിനനുസരിച്ച് പ്രോഗ്രാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒന്ന് മറ്റേതിനേക്കാളും നല്ലതാണെന്ന് ഒന്നിനെ ചീത്ത പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് തെറ്റായൊരു ടെൻഡൻസിയാണ്. അത് നമ്മുടെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് ജനറൽ പബ്ലിക്കിന് ഒരു ചീത്ത പെർസ്പെക്റ്റീവ് കൊടുക്കാൻ സഹായിക്കുകയുള്ളൂ. താങ്ക് യു.